രാവിലെ തന്നെ പോകാൻ റെഡിയാകുവാണ് നീല്. എക്സാമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇന്നും കൂടി കോളേജിൽ പോയാൽ മതി, അതും ഉച്ചവരെ. പവിക്കാണെങ്കിൽ വല്ലാത്ത ക്ഷീണമായതുകൊണ്ട് നല്ല ഉറക്കമാണ്. അവൻ വിളിച്ച് ശല്യപ്പെടുത്താതെ നെറ്റിയിലൊന്ന് മുത്തി അവളെ ഒന്ന് നോക്കി ഇറങ്ങി. കുറേ കഴിഞ്ഞാണ് പവി എഴുന്നേൽക്കുന്നത്. ഈശ്വര, 11 മണിയോ? എന്താ കൃഷ്ണ ഇത്ര വൈകിയേ? അത് പറഞ്ഞ് ഫ്രഷായി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് പാറുമ ടെറസിൽ നിന്നും ഇറങ്ങി വരുന്നത്. ആ മോളെ നീറ്റോ? അവൻ പറഞ്ഞായിരുന്നു മോൾക്ക് വയ്യാന്ന്, അതാ വിളിക്കാഞ്ഞേ. ഇപ്പം എങ്ങനെയുണ്ട്? ഏയ് എനിക്ക് കുഴപ്പമില്ലമ്മേ, വല്ലാത്ത ക്ഷീണം, അതാ ഉറങ്ങിപ്പോയേ. ആ എന്നാ മോള് താഴേക്ക് വാ, ഫുഡ് കഴിക്കാം. അല്ല അമ്മ എങ്ങോട്ട് പോയതാ? ഓ തുണിയൊക്കെ വിരിച്ചിടാനേ. എനിക്കാണെങ്കിൽ എന്തോ വല്ലാത്ത പരവേശം, അതുകൊണ്ട് തുണി വിരിക്കാൻ പറ്റിയില്ല. ഒന്ന് കിടന്നിട്ട് വന്ന് വിരിക്കാന്ന് വെച്ചു. അത് കുഴപ്പമില്ല, അമ്മ കിടന്നു, അത് ഞാൻ വിരിച്ചോളാം. മോളൊന്നും കഴിച്ചില്ലല്ലോ? അതൊക്കെ ഞാൻ കഴിച്ചോളാം, അമ്മ പൊക്കോ. അത് പറഞ്ഞ് പാറുമേനെ അവൾ ഉന്തിത്തള്ളി വിട്ടു. പാറുമ ചിരിയോടെ താഴേക്ക് പോയി. അതേസമയം പ്രിയശ്രുതി പറഞ്ഞ പ്രകാരം മുകളിലേക്ക് കയറി. ടെറസിലേക്ക് പോകുന്ന പവിയെ കണ്ട് അവളുടെ പിന്നാലെ പോയി. തുണിയെടുക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു പരവേശം പോലെ തോന്നി പവിക്ക്. ഒന്ന് ദീർഘശ്വാസം എടുത്ത് അവൾ ബാക്കി തുണിയും എടുത്തു. പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തിരിഞ്ഞു നോക്കിയ പവി കാണുന്നത് ടെൻഷനോടുകൂടി വേർത്തു കുളിച്ച് നിൽക്കുന്ന പ്രിയയാണ്. പ്രിയ, എന്താ ഇവിടെ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏയ് ഒന്നുമില്ല, വിക്കലോടെ അവൾ പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ഇല്ല, ഞാൻ ചുമ്മാ ചേച്ചീനെ കാണാൻ. എന്നെയോ? എന്നാ പ്രിയ, ഞാനൊരു കാര്യം ചോദിച്ച് സത്യം പറയുമോ? പറയാം. തനിക്കെന്നെ ഇഷ്ടമല്ലേ? എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചു. അത് പിന്നെ വേണ്ട, മനസ്സിലായി. എന്നോട് ദേഷ്യം തോന്നാനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രിയയുമായിട്ട് കൂട്ടുകൂടാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. നീലേട്ടൻ മിക്കപ്പോഴും ഒരു കുഞ്ഞനിയത്തി പറ്റി പറയായിരുന്നു. ആ അനിയത്തി കുട്ടിയെ പറ്റി കേട്ട് ഞാനും അവളെ അനിയത്തിയായി കണ്ടു തുടങ്ങി. പവി പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് പ്രിയയുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. പ്രിയയുടെ കണ്ണിൽ നിന്നും മുതിർന്നു വീണ കണ്ണുനീര് പവി തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, പ്രിയെ കരയില്ലേ, ഞാൻ വെറുതെ. പ്രിയയുടെ മനസ്സിൽ നടക്കുന്ന സംഘർഷം വളരെ വലുതായിരുന്നു. പവി മോളെ. പെട്ടെന്ന് പാറുമ താഴെ നിന്നും പവിയെ വിളിച്ചു. പ്രിയ കരയില്ലേ, എല്ലാം മറക്കാം. നമുക്കിനി അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പെണ്ണേ. നിന്റെ ചേച്ചിയായിട്ട് ഞാൻ ഉണ്ടെന്നേ. ദേ എന്നെ പാറുമ വിളിച്ചോണ്ട് ഞാൻ പോട്ടെ. നീ വേഗം താഴേക്ക് വാ പെണ്ണേ, നല്ല മഴ വരുന്നുണ്ട്. പ്രിയയുടെ കവിളിൽ തട്ടി അത് പറഞ്ഞ് പവി താഴേക്കിറങ്ങി. പ്രിയ സ്തബ്ധയായി നിന്നിടത്ത് തന്നെ നിന്നു. താൻ ഇതുവരെ കാണിച്ചു കൂട്ടിയെല്ലാം അവളുടെ മുന്നിലൂടെ കടന്നുപോയി. ഇതേ സമയം തുണിയെല്ലാം മുറിയിൽ വെച്ചിട്ട് സ്റ്റെപ്പിൻ്റെ അടുക്കലേക്ക് നടക്കുകയായിരുന്നു പവി. സ്റ്റെപ്പിൻ്റെ അടുത്തെത്തി ഒരു കാല് വയ്ക്കാൻ തുടങ്ങിയതും ചേച്ചി എന്നൊരു നിലവിളിയോടെ പ്രിയ അവളെ പുറകിലേക്ക് വലിച്ചു. പെട്ടെന്നായതുകൊണ്ട് പ്രിയ വേച്ചു മുന്നോട്ടാഞ്ഞു. സ്റ്റെപ്പിൽ കിടക്കുന്ന എണ്ണയിൽ വഴുതിയവൾ ഒരു നിലവിളിയോട് താഴേക്ക് വീഴാൻ തുടങ്ങി. പവിയുടെ മുന്നിൽ നടക്കുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. കണ്ണുകളിൽ പ്രിയയുടെ പിന്നിലേക്കുള്ള വീഴ്ച മാത്രം. തലയിലെ സകല നാഡീ ഞരമ്പുകളും വലിഞ്ഞു മുറുകുന്ന പോലെ ആരുടെയോ കണ്ണുകൾ മുന്നിൽ തെളിഞ്ഞു വരുന്നു. എന്തെല്ലാമോ മുന്നിലൂടെ മിന്നുമായുന്നു. മോളെ, പ്രിയേ. പാറുമ്മയുടെ നിലവിളിയാണ് പവിയെ ഞെട്ടിച്ചത്. അതേസമയം പതിവിലും നേരത്തെയാണ് നീൽ വന്നത്. വന്നപ്പോൾ തന്നെ കണ്ടത് സ്റ്റെപ്പിലൂടെ വീഴുന്ന പ്രിയയാണ്. നീലിൻ്റെ കണ്ണുകൾ വികസിച്ചു. പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് പേടിച്ചു നിൽക്കുന്ന പവിയെയാണ്. അവൻ്റെ ചെവിയിൽ അവൾ പറഞ്ഞത് മുഴങ്ങി, പ്രിയനെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെയിടും. പ്രിയ. അലർച്ചയോടെ നീൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. നീലേട്ടാ, അവളാ ആ പവി, ഞാൻ കണ്ടതാ പ്രിയമോളെ തള്ളിയിടുന്നത്. ശ്രുതി പറയുന്നത് കേട്ട് നീല് പവിയെ കത്തുന്ന നോട്ടം നോക്കി. ശ്രുതി പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പവി. മധുവും അപ്പോഴേക്കും എത്തിയിരുന്നു. പവി പിടഞ്ഞുകൊണ്ട് പ്രിയയുടെ അടുത്തേക്ക് ഓടിയെടുത്തു. പ്രിയേ. പവി അവളെ തൊടാനാഞ്ഞതും ഇടിമുഴക്കത്തോടെ അവൻ്റെ ശബ്ദം അവിടമാകെ മുഴങ്ങി. തൊട്ടു പോകരുത്. പവി ഭയന്ന് മാറി നിന്നു. ചുവന്ന് കലങ്ങി അവൻ്റെ കണ്ണുകൾ കണ്ട് വല്ലാതെ ഭയന്നു. എന്തിനാ മോളെ നീ ഒരു ദ്രോഹം ചെയ്തേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാറുമ ആവർത്തിച്ചു. പവിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഉടനെ നീല് ബോധമില്ലാതെ കിടന്ന പ്രിയയെ വാരിയെടുത്ത് കാറിലേക്ക് കയറ്റി എല്ലാവരും പവിയെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ ഹോസ്പിറ്റലിലേക്ക് പോയി. വീട്ടിൽ പവി മാത്രം. അവൾ നിന്നിടത്തൊന്നും അനങ്ങിയില്ല. അവളുടെ കണ്ണുകൾ തളം കെട്ടി നിൽക്കുന്ന ചോരയിലേക്ക് നീണ്ടു. അത് കണ്ട ഉടനെ അവളുടെ ശരീരം ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. തൻ്റെ അമ്മയുടെ മുഖം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു. ചോര വാർന്ന് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ. പവി.
മുന്നിലെ വാതിലിൻ്റെ ഭാഗത്ത് നിന്ന് അന്നയുടെ ശബ്ദം കേട്ട് അവൾ അന്നയുടെ അടുത്തേക്ക് ഓടിയെടുത്തു. ഞാനല്ല അത് ചെയ്തത്. അവൾ എന്നെ പിടിച്ചു മാറ്റിയപ്പോൾ വീണതാ. ഞാനല്ലെന്നെ. നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഓർന്ന് വീണ് തൻ്റെ പവിയെ കണ്ട് അന്നയുടെ ഹൃദയം തകർന്നു. എല്ലാം കണ്ടുകൊണ്ട് അന്നയും ഉണ്ടായിരുന്നു അവിടെ. വീട്ടിലേക്ക് സന്തോഷത്തോടെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ. എനിക്കറിയാം പവി, നീയല്ല അത് ചെയ്തത്. നിനക്കതിന് കഴിയില്ല, എനിക്കറിയാം. അവളെ വാരി പുണർന്ന് അന്ന അവളോട് പറഞ്ഞു. അന്നേ വാ പോണം. പ്രിയക്ക് എന്തെങ്കിലും പറ്റിയാലോ? വാടി, ഹോസ്പിറ്റലിൽ പോകണം. അത് വേണോ പവി? എല്ലാവരും നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. പോണോടാ? പോണം, പോയേ പറ്റൂ. അവൾ എൻ്റെയും കൂടി അനിയത്തിയാടി. വാശി പിടിക്കുന്ന പവിയെ മറ്റു മാർഗമില്ലാത്തതിനാൽ അന്ന വരാൻ പറഞ്ഞു. അന്ന സ്കൂട്ടറിലാണ് വന്നത്. റോഡിലൂടെ വണ്ടികൾ പോകുമ്പോൾ എല്ലാം പവിയുടെ മുഖം സങ്കടത്തോടും അതിലുപരി ഭയത്തോടെയും മാറുന്നത് കണ്ണാടിയിലൂടെ അന്ന ശ്രദ്ധിച്ചിരുന്നു. പവിക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. വൈകാതെ അവർ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിലെത്തി. പവി വേഗത്തിൽ അകത്തേക്ക് കയറി ചുറ്റും നോക്കി. അന്ന അവിടെയുള്ള ഒരു സിസ്റ്ററിനോട് ചോദിച്ചു. അവർ 2ാം നിലയിൽ ഐസിയുവിന് കാണിച്ചു കൊടുത്തു. മുകളിലേക്ക് കയറുമ്പോൾ പവിക്ക് തലകറങ്ങുന്നത് പോലെ തോന്നിയെങ്കിലും അത് കാര്യമാക്കാതെ മുന്നോട്ട് പോയി. പവി എത്തിയപ്പോൾ കാണുന്നത് ഐസിയുവിൻ്റെ മുന്നിൽ പേടിയോടെ നിൽക്കുന്ന എല്ലാവരെയുമാണ്. ഗിരിയും പ്രിയയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. പവി അവരുടെ അടുത്തേക്ക് നടന്ന് അന്ന ഒന്നും മിണ്ടാതെ അവളുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. നടന്നു വരുന്ന പവിയെ കണ്ട് ഗിരി അവളുടെ അടുത്തേക്ക് നടന്നു. ഗിരിയേട്ടാ, പ്രിയ. ബാക്കി പറയുന്നതിന് മുന്നേ അവൻ്റെ കൈ ഉയർന്നു താണു. പവിക്ക് തലയിൽ ആരോ അടിച്ചതുപോലെ കവിളിൽ കൈവച്ചു പോയി. അവളെ ചുറ്റും കറങ്ങുന്നത് പോലെ. അന്ന അപ്പോൾ തന്നെ അവളെ പിടിച്ചു. ഗിരിയേട്ടാ, നിങ്ങളിതെന്താ കാണിക്കുന്നേ? അന്ന ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. മിണ്ടിപ്പോകരുത്. ഇപ്പോൾ ആ മുറിയിൽ കിടക്കുന്നത് ഞങ്ങളുടെ അനിയത്തിയാ. നിന്റെയൊന്നും ആരുമല്ലല്ലോ. നിന്നെ സ്വന്തം അനിയത്തിയായിട്ടല്ല ഞാൻ കൊണ്ടു നടന്നേ. ആ ഞങ്ങളോട് ഇത് വേണമായിരുന്നു. ചങ്ക് തകർന്നു പറയുന്ന ഗിരിയോട് പവിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഗിരിയേട്ടാ, വേണ്ട, നീ ഒന്നും പറയണ്ട. നിനക്കൊന്നും ബന്ധങ്ങളുടെ വില പറഞ്ഞാൽ മനസ്സിലാകില്ല. അതെങ്ങനാ? സ്വന്തം ചേട്ടനെ കൊല്ലാൻ നോക്കിയവളല്ലേ നീ? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവൻ്റെ വായിൽ നിന്നും വീണ വാക്കുകൾ കേട്ട് ഈ കാര്യം അറിയാവുന്നവർ ഒന്ന് ഞെട്ടി. അന്നഗിരിയെ ഞെട്ടലോടെ നോക്കി. പവിയൊന്നും മനസ്സിലാവാതെ നിന്നു. പോ, നീ ഇവിടെ നിൽക്കണ്ട. നിന്നെ കാണുന്നതേ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വെറുപ്പാ. നിന്റെ മനസ്സ് നിറയെ വിഷം മാത്രമേ ഉള്ളൂ. പോ, എങ്ങോട്ടെങ്കിലും പോ. ഇത്രയ്ക്ക് വൃത്തികെട്ടവളാണ് നീയെന്ന് കരുതിയില്ല. അത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഗിരി ഐസുവിൻ്റെ മുന്നിലേക്ക് പോയി. പവിയാകെ തകർന്നു പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം. എന്തെല്ലാമൊക്കെയോ നടക്കുന്നു. എല്ലാവരും തന്നെ തെറ്റിദ്ധരിച്ചു, തന്നെ വെറുത്തു. ഗിരി പറഞ്ഞു ഓരോ വാക്കും അവളുടെ ചെവിയിൽ മുഴങ്ങി. തളർന്നു പോയി. അവസാന പ്രതീക്ഷ എന്ന പോലെ നീലിനെ നോക്കി. ചുവന്ന കണ്ണുകളോടെ നോക്കുന്ന ആ കണ്ണിൽ നിന്ന് മനസ്സിലാക്കി ആ മനസ്സിലിപ്പോൾ തൻ്റെ സ്ഥാനം ഇടിഞ്ഞു വീണുവെന്ന്. ഇടറുന്ന കാലടികൾ വെച്ച് പിന്തിരിഞ്ഞു നടക്കുമ്പോൾ എന്നുമുള്ള പോലെ ആ കൈകൾ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്നയുടെ കൈകൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൈവിട്ട് കളയില്ല എന്ന വാശിയോടെ. കാരണം തനിക്കറിയാം ആരാണ് പവിയെന്ന്. സ്കൂട്ടറിലിരിക്കുമ്പോൾ പവി മരവിച്ച അവസ്ഥയിലായിരുന്നു. അവളുടെ ആ രൂപം കണ്ട് അന്നയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. ഇതേ സമയം പവിയുടെ വീട്ടിൽ ഗീത അടുക്കളയിൽ ജോലി ചെയ്യുകയാണ്. കോളിംഗ് ബെൽ കേട്ട് മുൻവശത്തെ വാതിൽ തുറന്നതും കാണുന്നത് കുമാരനെയും കൂടി സുന്ദരനായ യുവാവിനെയുമാണ്. കണ്ണുകളെടുക്കാതെ ഗീത നോക്കി നിന്നു അവനെ. കണ്ണുകളൊക്കെ നിറയുന്നത് പോലെ, ഹൃദയം താളം തെറ്റിയിടിക്കും പോലെ. അതേസമയം തൻ്റെ അമ്മയെ ഇത്രയും അടുത്ത് കണ്ടതിൽ പാർത്തി കരഞ്ഞുപോയി. അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ഗീതയെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ഗീത ഒന്ന് ഞെട്ടി. അമ്മേ. അവൻ്റെ ശബ്ദം ഗീതയുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറി. എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നൊരവസ്ഥ. തൻ്റെ പൊന്നുമോൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു. മോനെ എന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഗീത അവനെ തിരികെ കെട്ടിപ്പിടിച്ചു. ഏട്ടാ, നമ്മുടെ മോൻ വന്നു ഏട്ടാ. ഗീതയ്ക്ക് പറയാൻ വാക്കുകൾ കിട്ടിയില്ല. അവനെ ഇറുക്കെ പിടിച്ച് ഇനിയും വിട്ടുകൊടുക്കില്ലെന്ന രീതിയിൽ കുമാർ എല്ലാം പറയാൻ തുടങ്ങി. പാർത്തിയുടെ കയ്യിൽ നിന്നും വിടാതെ ഗീത എല്ലാം കേട്ടിരുന്നു. അന്ന നേരെ പോയത് പവിയുടെ വീട്ടിലേക്കാണ്. പവി ആദ്യം ഇറങ്ങി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശബ്ദം കേട്ടവൾ വാതിലിന് മറവിൽ നിന്നു. അന്ന സ്കൂട്ടർ വെക്കാൻ പോയിരുന്നു. നിന്റെ അനിയത്തി ചെയ്ത ഒരു അബദ്ധം എൻ്റെ മോന് കുറെ അനുഭവിച്ചു അല്ലടാ, ഗീത വിഷമത്തോടെ പറഞ്ഞു. ഞാൻ ചിന്തിച്ചുകൂടിയില്ലമ്മേ, പവി എൻ്റെ അനിയത്തിയല്ലേ. ഒരു കുറുമ്പായിട്ട് മാത്രമേ ഞാൻ അതെടുത്തിട്ടുള്ളൂ. എനിക്കിനി ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ.
എൻ്റെ അനിയത്തിയുടെ കൂടെ ഒരു ചേട്ടൻ്റെ സ്നേഹം കൊടുത്ത് അവളെ സ്നേഹിച്ച് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കണം. അവൾക്ക് ഓർമ്മ വരണം. അവളുടെ ജീവനൊന്നും സംഭവിക്കാതെ തന്നെ. പാർത്തി പറഞ്ഞു നിർത്തി. പവിമോൾക്ക് ഓർമ്മ വരും മോനെ, നിന്നെ തിരിച്ചറിയും. ഇങ്ങനെ ഒരു ചേട്ടനുണ്ടെന്ന് പവി അറിയും. കുഞ്ഞില് തൻ്റെ കൈയബദ്ധം കൊണ്ട് നടന്ന സംഭവത്തിൽ നഷ്ടപ്പെട്ടു പോയി ചേട്ടനെ തിരികെ കിട്ടിയെന്ന് പവി അറിയും. നീ പേടിക്കേണ്ട പാർത്തി. കുമാർ പറഞ്ഞു നിർത്തിയതും അകത്തേക്ക് കയറി വന്ന പവിയെ കണ്ട് ഒരു നിമിഷം എല്ലാവരും തറഞ്ഞുപോയി. അവളുടെ നിൽപ്പിലും ഭാവത്തിലും എല്ലാം കേട്ടുവെന്ന് മനസ്സിലായി. പാർത്തിയിൽ ഭയം ഉടലെടുത്തു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും പാറിപ്പറന്ന മുടിയും കണ്ട് അവന് പേടി തോന്നി. നിങ്ങൾ ആരാ? എൻ്റെ ചേട്ടനോ? വിക്കി ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ എല്ലാവരും നിശബ്ദമായി. അന്നയും അതേസമയം കയറി വന്നു. ഒരുവിധം അവൾക്ക് കാര്യങ്ങൾ പിടികിട്ടി. ഒന്നിനു പുറകെ ഒന്നായി ഓരോ പ്രശ്നം വരുന്നതെന്ന് അന്ന ചിന്തിച്ചു. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയ നിമിഷത്തെ അന്ന പഴിച്ചു. പറയാൻ പവിയുടെ അലർച്ചയായിരുന്നു അത്. അവളുടെ ആ രൂപം ആരും പേടിച്ചു പോകും. അതെ, നിന്റെ ചേട്ടൻ. നീ ചെയ്തൊരു കുറുമ്പിന് വർഷങ്ങളായി വേദന സഹിച്ച് ജീവിച്ച നിന്റെ ചേട്ടൻ, ഞങ്ങളുടെ മൂത്ത മകൻ. സഹികെട്ടി ഇനിയും മറച്ചു വെക്കാൻ കഴിയില്ല എന്ന രീതിയിൽ കുമാർ അവസാനം പറഞ്ഞു. പാർത്ത് ഞെട്ടലോടെ കുമാറിനെ നോക്കി. വേണ്ടായിരുന്നു എന്ന ഭാവത്തോടെ. വല്ലാത്തൊരു അടിയായി പോയി അവൾക്ക്. ഒരു ഷോക്ക്. അവൾ അനങ്ങാൻ കഴിയാതെ നിന്നു. ഓർത്തു നോക്കു പവി, അന്ന് പണ്ട് ഒരു മലമുകളിൽ. കുമാർ ഓരോ സംഭവങ്ങളും പറഞ്ഞു തുടങ്ങി. നിന്ന നിൽപ്പി പവയെല്ലാം കേട്ടു. അവളുടെ തലയിലൂടെ മിന്നൽ പിണർപ്പുകൾ കടന്നുപോയി. നാടിഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ഓരോ സംഭവങ്ങളും അവളുടെ മനസ്സിലൂടെ ഓടിമറഞ്ഞു. ഇപ്പോൾ അവളെല്ലാം ഓർക്കുന്നു. താൻ ചെയ്ത അബദ്ധം, താഴേക്ക് പോകുന്ന തൻ്റെ ചേട്ടനെ, മാനസിക നില തെറ്റിയ ഒരു പെൺകുട്ടിയെ അവളെല്ലാം ഓർക്കുന്നു. ഒന്നനങ്ങിയില്ല, കണ്ണു ചിമ്മിയില്ല. ശ്വാസം എടുക്കുന്നുണ്ട് എന്നതാണ് അവൾ ജീവനോടെ ഉണ്ടെന്നൊരു തെളിവ്. പാർത്തി മുഖം പൊത്തി കരയുകയാണ്. അന്ന എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ പെട്ടെന്നിറങ്ങി ഓടി. അവളുടെ മനസ്സിൽ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെ. മറ്റൊന്നും ചിന്തിച്ചില്ല. എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കാൻ അവൾ ആഗ്രഹിച്ചു. പവി, നിക്ക് പവി. അവളുടെ പുറകെ തന്നെ അന്നയും പാർത്തിയും ഉണ്ടായിരുന്നു. റോഡിലൂടെ ഭ്രാന്തിയെ പോലെ അവൾ ഓടി. നടു റോഡിൽ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എതിരെ വരുന്നൊരു ഇന്നോവ കാറ് കണ്ടതും ഒരു നിമിഷം നിശബ്ദയായി നിന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ അവളുടെ കണ്ണുകളിൽ ആ കാറിൻ്റെ രൂപം കൂടുതൽ തെളിമയോടെ നിറഞ്ഞു നിന്നു. ജീവിതത്തിൽ നടന്ന ഓരോന്നും ഒരു സിനിമ പോലെ അവളുടെ മുന്നിലൂടെ കടന്നുപോയി. കണ്ണുപോലും ചിമ്മാൻ അവളെ കൊണ്ട് കഴിഞ്ഞില്ല. കണ്ണുകൾ ചുമന്ന് കലങ്ങി. ആ കണ്ണുകളിൽ നിർവികാരതയായിരുന്നു. ഒരടി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. കാലുകൾ എന്തുകൊണ്ടോ ഒട്ടിച്ചതുപോലെ. കാർ അവളുടെ അടുത്തെത്തിയതും അവളുടെ കണ്ണുകൾ ഇറുക്കെ അടച്ചു. നിയന്ത്രണം വിട്ട് ആ കാറ് പവിയടിക്കുമ്പോഴും അവൾ നിലം പതിക്കുമ്പോഴും അവളുടെ വയറിന് അവൾ പൊതിഞ്ഞു പിടിച്ചു. പവി! അലർച്ചയോടെ തന്നെ അവളുടെ അടുത്തേക്ക് ഓടി. മുന്നിൽ നടന്നത് വിശ്വസിക്കാനാകാതെ പാർത്തി നിന്ന നിൽപ്പിൽ നിന്നു. റോഡിൽ ചോരയിൽ കുളിച്ചു കിടന്ന് അവൾ ശ്വാസമെടുക്കുന്നില്ലായിരുന്നു. ചോര ഒരു പുഴ പോലെ ഒഴുകി. കണ്ണുകൾ തുറന്നിരുന്നു. ആംബുലൻസിന്റെ ശബ്ദം മുഴങ്ങി. ആംബുലൻസിലിരിക്കുമ്പോൾ അന്ന വീട്ടിൽ നടന്നതെല്ലാം അവനോട് പറഞ്ഞു. തകർന്നു പോയി. തോറ്റുപോയതുപോലെ അവന് തോന്നി. തൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം മാത്രമേ അവൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഇതേസമയം ഹോസ്പിറ്റലിൽ പ്രിയയെ ചെക്ക് ചെയ്ത ഡോക്ടർ ഇറങ്ങി വന്നു. പേടിക്കാനൊന്നുമില്ല, ഡേഞ്ചർ സിറ്റുവേഷൻ ഹാസ് ബീൻ ഓവർകം. തലയ്ക്ക് സ്റ്റിച്ചുണ്ട്, 3 ദിവസം ഇവിടെ കിടക്കണം, ദാറ്റ്സ് ഓൾ. ഷീസ് ഫൈൻ. അത് കേട്ടതും എല്ലാവർക്കും ഒരു ആശ്വാസമായി. അത് പറഞ്ഞു പോകാൻ ഡോക്ടർ തുടങ്ങിയപ്പോഴേക്കും ദൂരെ നിന്ന് ഡോക്ടർ എന്ന വലിയ ശബ്ദത്തോടെ ഒരു നഴ്സ് ഓടി വന്നു. ആക്സിഡന്റ് കേസ്, അർജന്റ്, സീരിയസ് ആണ്. ഓക്കെ, ഐ ആം ദർ. സ്റ്റാർട്ട് ദ ട്രീറ്റ്മെൻറ്റ്. തൊട്ടടുത്ത് തന്നെയുള്ള ICU കാണിച്ച് ഡോക്ടർ പറഞ്ഞു. നഴ്സുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. സ്ട്രെച്ചറിൽ കിടത്തി ചോരയിൽ കുളിച്ചൊരു രൂപത്തെ നീലിൻ്റെ കണ്ണുകളിൽ ഉടക്കി. അവൻ്റെ ഹൃദയം പൊട്ടുമെന്ന മാത്രയിൽ ഇടിച്ചു. അടുത്തെത്തിയതും അവൻ വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിന്നു. പവി എന്നലറി വിളിച്ചുകൊണ്ട് നീൽ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. നീലിൻ്റെ വിളി കേട്ടാണ് എല്ലാവരും നോക്കുന്നത്. എല്ലാവരും തറഞ്ഞുപോയി. കണ്ടാൽ പേടിയാകും വിധം അവൾ ചോരയിൽ കുളിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ നഴ്സ് അവനെ മാറ്റി നിർത്തി അവളെ ICUവിൽ കയറ്റി. ഗിരി ചോരയിൽ മുങ്ങി അനങ്ങാനാകാതെ നിൽക്കുന്ന പാർത്തിയുടെ അടുത്തേക്ക് ഓടി. പാർത്തി, ഡാ, അത് പവിയല്ലടാ. അവൾക്ക് എന്താടാ, എന്താ പറ്റിയേ? മുന്നിൽ നടന്നത് വിശ്വസിക്കാനാവാതെ ഗിരി ഭയത്തോട് അവനോട് ചോദിച്ചു.
നീല് നിലത്തിരുന്നു പോയി. ഒന്നനങ്ങാനോ മിണ്ടാനോ കഴിഞ്ഞില്ല. അവൻ അവളെ വഴക്ക് പറഞ്ഞത് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ഞാനല്ല എന്ന് പറഞ്ഞ് കരയുന്ന ആ പെണ്ണിൻ്റെ രൂപം അവന് മുന്നിൽ തെളിഞ്ഞു വന്നു.